ഹലോ കുട്ടമാഷേ, ഞങ്ങൾ കോടതിയിലെത്തി മാഷെ. ജഡ്ജി വന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ പിരിയും. ഒരുപാട് കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ച മാതൃക അധ്യാപകരാണ് ഞാൻ. ഇന്ന് ഞാനും ലക്ഷ്മിക്കുട്ടി തമ്മിൽ പിരിയും മാഷേ. എനിക്ക് പിരിയാത്ത മാഷേ. ഞാൻ നിങ്ങളെ തല്ലിയോ? ഇല്ല. വഴക്ക് പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തിനോടെ പട്ടി മൂങ്ങുന്നോലെ ഇന്ന് മോങ്ങുന്നേ? ഇല്ല, അതോടെ പറയില്ല. ഓ, ഇത് വീടല്ല, കോടതി മുറ്റവാ. എനിക്ക് പിരിയണ്ട. പക്ഷെ എനിക്ക് പിരിയണം. പിരിയാൻ നീ എന്നാ പാലോ? ഇത് ബസ് വലിച്ചെറിഞ്ഞായിരിക്കത്തില്ല. നിങ്ങൾ പറഞ്ഞ തമാശയില്ലയോ? അത് ജഡ്ജി കേട്ടിട്ട് കൊട്ടോടി എടുത്തെറിഞ്ഞായിരിക്കും. എന്താന്നറിയാൻ പാടില്ല. ഈയിടെ ഞാൻ എന്ത് പറഞ്ഞാലും ചീറ്റി പോവാ. ദൃഷ്ടിദോഷോ അല്ല, നിങ്ങൾ സൃഷ്ടിദോഷമായതുകൊണ്ടല്ല. ലക്ഷ്മിക്കുട്ടി, ഇത്രയും പ്രായമായിട്ട് ഞാൻ എന്താ ചെറുപ്പക്കാരെ പോലെ സംസാരിക്കണം അറിയാമോ? എനിക്കറിയാം. നിങ്ങൾക്ക് എന്റെ മുന്നിൽ ആളാകാൻ. നീ എന്നോട് മെഗാ ഷോ കളിക്കാൻ വേണ്ടി വന്നേക്കണോ? മെഗാഷോയോ? അല്ല, നിന്റെ മുമ്പിൽ ആള് കാണുന്നു പറഞ്ഞു. അതല്ല, നിങ്ങൾക്ക് എന്റെ മുന്നിൽ കിടന്ന ആള് ചെമയാനല്ലേ? അതല്ല, ഇത് ലാഗ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. എന്റെ നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങള് സാധിച്ചു തരാൻ വയ്യാത്ത നിങ്ങളുടെ കൂടെ ഇനി ഒരു 60 കൊല്ലം ജീവിക്കാൻ എനിക്ക് വയ്യ. 60 കൊല്ലോ? അത് തന്നെ ഭയങ്കര അത്യാഗ്രഹമാണ്. ഞാൻ എന്തുവാ പറഞ്ഞേ? എന്റെ ഈ ലക്ഷ്മിക്കുട്ടി എന്നുള്ള പേര് മാറ്റിയിട്ട് ലക്ഷ്മി റായി എന്ന്, നിങ്ങളുടെ കരുണാകരൻ എന്നുള്ള പേര് മാറ്റിയിട്ട് കിരൺ കുമാർ ആക്കാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ചെയ്തോ? ചെയ്തില്ല. ഇപ്പൊ നമ്മൾ ചെറുപ്പക്കാരെ പേരിട്ട് കഴിഞ്ഞാലേ ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ കാശ് കിട്ടുകയല്ല. അതങ്ങ് വീട്. ആ ബുള്ളറ്റിന്റെ പുറകെ കയറി ആ കാണുന്ന ഗോവ വരെ ഒന്ന് പോണെന്ന് പറഞ്ഞിട്ട് അത് സാധിച്ചു തന്നോ? ആര് ബുള്ളറ്റിന്റെ പുറകെ കയറും? നിങ്ങൾ കയറും. ആര് ബുള്ളറ്റ് ഓടിക്കും? ഞാൻ ഓടിക്കും. അത് തന്നെയാണ് പ്രശ്നം. തെക്കൻ കാറ്റടിച്ചാൽ വടക്കോട്ടും വടക്കൻ കാറ്റടിച്ചാൽ തെക്കോട്ടും വീഴുന്ന ഞാനാണ് നിന്റെ പുറകെ കയറി വരാൻ പോണത്. അത് പോട്ടെ, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ മനുഷ്യ? 6 പ്രാവശ്യം ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയില്ലേ? അത് പെറാൻ കൊണ്ടുപോയതല്ലേ, അല്ലാതെ ടൂർ കൊണ്ടുപോയതല്ലോ. പിന്നെ പൂർണ്ണ ഗർഭിണിയെ നിന്ന് ഞാൻ ഊട്ടി കൊണ്ടുപോവാടി. ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ 6 കൊച്ചുങ്ങളെ എങ്ങനെ എനിക്ക് തന്നത്. കൺഗ്രാജുലേഷൻ. ആ 6 എണ്ണത്തിനെയും കുളിപ്പിച്ചൊരുക്കി കാലി സോക്സ് വിട്ട് കിടത്തിയപ്പോഴേ നിങ്ങളുടെ മൂത്ത അപ്പച്ചി എന്തോ പറഞ്ഞെന്ന് അറിയാവോ? എന്തുവാ പറഞ്ഞേ? എന്തോ അടി ലക്ഷ്മി കൊച്ചേ, നീ ഇയർബഡ്സ് എല്ലാം വാരി കട്ടിലി ഇട്ടേക്കുന്നേ. ഭാഗ്യം അപ്പച്ചി കുട്ടികളെ ഇതൊരു ചെവിയിലിട്ട് കറക്കിയില്ലല്ലോ. അത്ര വിവരമുണ്ട് നിങ്ങളുടെ കുടുംബക്കാർ. എന്റെ തറവാടിനും തറവാട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. തറവാടോ? മിനി തിയേറ്റർ എന്ന് പറ. മിനി തിയേറ്ററോ? ഈ ഇടയ്ക്ക് കുറച്ച് പിള്ളേർ വന്ന് എന്നോട് ചോദിക്കാ, അമ്മച്ചി ഷോ തുടങ്ങാറായെങ്കിൽ ടിക്കറ്റ് കൊടുക്കണേ. അവരെന്നാ അങ്ങനെ ചോദിച്ചേ? അയ്യോ, പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള സിനിമയുടെ എല്ലാം ഫ്ലെക്സ് വാരിക്കൂട്ടി വെച്ചാലേ അത് വീടല്ല. നീ ഇനി ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കൊന്നും കേൾക്കണ്ട. അപ്പൊ ഞാൻ നിങ്ങളോട് മിണ്ടരുത്. ആ മനോരമ ചാനലിലെ ഷാനിക്കോച്ച് വർത്താനം പറയുമ്പോ നിങ്ങൾ ഒന്നും മിണ്ടാതെ നിന്ന് കേൾക്കൂല മനുഷ്യ. അയ്യത് വർത്താനം പറഞ്ഞല്ലോ, വാർത്തയാണ്. ഓരോരോ വർത്താനങ്ങളെ. അതെ, നമ്മുടെ കല്യാണം കണ്ടിപ്പോ എത്ര വർഷമായി? 65 കൊല്ലമായി നിങ്ങളും ഞാനും തമ്മിലുള്ള സാമ്പത്തിക ജീവിതം തുടങ്ങിയിട്ട്. സാമ്പത്തിക ജീവിതമല്ല, ദാമ്പത്യ ജീവിതം. 10 ഗുണ കയ്യിലില്ലാത്തവന്റെ കൂടെ ജീവിക്കുമ്പോ സാമ്പത്തിക ജീവിതം എന്ന് പറഞ്ഞാൽ മതി. നീ നമ്മുടെ പഴയ പ്രണയകാലത്തെ കുറിച്ചൊന്ന് ഓർത്തേ. എനിക്ക് ഓർമ്മയില്ല. ഞാനൊന്ന് പാടിയ പാട്ട് നീ ഓർക്കുന്നുണ്ടോ? അത് ഓർമ്മയില്ല. നീ ഒന്നും ഓർക്കണില്ലേ? എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പൊ കുഴപ്പമില്ല, കുറച്ച് പിരിയണ കേസവളങ്ങ് മാറി. അതങ്ങ് മനസ്സിൽ വെച്ചോണ്ടാ മതി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച നിന്നെ കൗൺസിലിങ്ങിന് ഉണ്ടായാ? അപ്പൊ നീ ആ കൗൺസിലറുടെ അടുത്ത് എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ ഗാർഹിക പീഡനം ചെയ്യുവാണെന്നല്ലേ? എന്താണ് ഗാർഹിക പീഡനം? ഗാർഹിക പീഡനം എന്താണ്? പറ. ഗാർഹിക പീഡനം എന്തെന്നാൽ ഒരു സ്ത്രീക്ക് വീട്ടിനുള്ളിൽ നിന്ന് ശാരീരികമായോ മാനസികമായോ നേരിടുന്ന പ്രതിസന്ധികളെ ഗാർഹിക പീഡനം എന്ന് പറയുന്നു. എന്നാൽ പറയൂ, പ്രകാശ സംശ്ലേഷണം എന്നാൽ എന്താകുന്നു? പ്രകാശ സംശ്ലേഷണം അല്ല. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത്? മുമ്പ് പഠിച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. അല്ല, ഞാനിവിടെ പാഠം പഠിക്കാൻ വന്നതല്ല, നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ വന്നതാ. നീ എന്നെ കുറെ പാഠം പഠിപ്പിക്കും. അതെ, നിങ്ങളായിട്ട് എന്റെ ജോലി കളഞ്ഞില്ലേ? ജോലിനെ കുറിച്ചൊന്നും പറയല്ലേ. എന്തായിരുന്നു നിന്റെ ജോലി? എന്തായിരുന്നു? ആധാരമെഴുത്ത്. ജീവിക്കാൻ പഠിക്കണോടി. എടാ, ഇക്കണ്ട കാലത്തില്ല തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടെങ്കിൽ ജീവിക്കാൻ പഠിക്കൂ. ഞാനിത് എന്തോ തട്ടിപ്പും വെട്ടിപ്പും കാണിക്കാനാ? എടി, എന്തോ ആളുകളാണ് നിന്റെ അടുത്ത് ആധാരം എഴുതാൻ വേണ്ടി വന്നത് അല്ലേ? അവർക്ക് നീ വസ്തുക്കൾ എഴുതുന്ന സമയത്ത് 1 സെന്റ് സ്ഥലം, 2 സെന്റ് സ്ഥലം നമ്മുടെ പേരിൽ എഴുതി വെച്ചിരുന്നെങ്കിലേ ഇപ്പൊ നമുക്ക് എന്തോരം സ്ഥലങ്ങളായേനെ. എന്റെ മുന്നിൽ ജഡ്ജ് ചെയ്യാൻ എനിക്ക് 2 ഡൈവോഴ്സ് വേണം, സ്ട്രോങ് ആയിട്ട്. അതെ, പാലാരോട് ചായക്കടല്ല, കോടതിയാണ്. അതെ, നിങ്ങൾ അവിടെ പോയി പറ, നമ്മളെ അങ്ങോട്ട് വിളിക്കാൻ ചെന്ന് പറ, ജഡ്ജിയോട് പറ. എനിക്ക് പിരിയണ്ട. പക്ഷെ എനിക്ക് പിരിയണം. പോയി ചോദിക്കേ. എനിക്ക് പിരിയണം. പോയി ചോദിക്കാൻ. അതെ, പെട്ടെന്ന് പറഞ്ഞ ഇവര് പ്രായം നോക്കത്തില്ല, സമയം നോക്കത്തുള്ളൂ. ലക്ഷ്മിക്കുട്ടി, എന്തോ വാദം നടക്കേല. വാദമായാലും ആർക്കും നടക്കാൻ പറ്റത്തില്ല. പതുക്കെ വന്ന് പറ. അതല്ല, നമ്മുടെ കേസിന്റെ വാദം നടക്കേല. അതെന്താ? ജഡ്ജി വന്നിട്ടില്ല. ജഡ്ജി എവിടെ പോയി? ജഡ്ജി ഉണ്ടല്ലോ, ജഡ്ജിയും ജഡ്ജിയുടെ ഭാര്യയും തമ്മിൽ വീട്ടിൽ മുട്ട വഴക്കാ. മുട്ട വഴക്കാണെന്ന്, അതുകൊണ്ട് ജഡ്ജി വരികയല്ല. അപ്പൊ നമ്മുടെ ഡൈവോഴ്സിന്റെ കാര്യം? എനിക്ക് ഒരു കാര്യം പറയട്ടെ, ഈ ചട്ടിയും കലാകുമ്പോ തട്ടി മുട്ടിന്ന് ഇരിക്കും. തട്ടിയും മുട്ടിയും കാണാതിരിക്കുന്ന ചട്ടിയും കലമല്ല ഈ ലക്ഷ്മിക്കുട്ടിയാ. അതല്ലെന്ന്, നമുക്ക് പിരിയണ്ടല്ലോ. എനിക്ക് പിരിയണം. എന്താ? എന്നിട്ട് അണ്ണാക്കാന്നല്ലോ കേൾക്കുന്നത്. എനിക്ക് പിരിയണ്ട ലച്ചു. നിങ്ങളുടെ ഒരടവ് എനിക്ക് എന്റെ അടുത്ത് നടക്കൂലേ. എനിക്ക് പിരിയണം. ലക്ഷ്മിക്കുട്ടി.